ഇന്നേ നല്ല നാടൻ പിടിയും വറുത്തരച്ച ചിക്കൻ കറിയും ഉണ്ടാക്കിയാലോ? വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചിരകിയ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായി മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കുരുമുളക്, രണ്ടോ മൂന്നോ ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇന്ന് ഈ മൺചട്ടിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ സവാള വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ മസാലയെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാതെ ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് മസാലയൊക്കെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടി വേവിക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ മസാല അരച്ചതിൽ ബാക്കി വന്നതിൽ വെള്ളം ചേർത്ത് കൊടുത്തതാണ്. ചെറിയ രീതിയിൽ ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റും കൂടി വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം.
ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ച് നേരം അടച്ചു വെക്കാം. അപ്പോഴേക്കും കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരും. അങ്ങനെ നല്ല നാടൻ രീതിയിലുണ്ടാക്കിയ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ഇനി പിടി ഉണ്ടാക്കാം. ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ അതിലേക്ക് ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇത് പിടി ഉണ്ടാക്കാനുള്ള അരിപ്പൊടിയാണ്. ഇത് സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി. ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം പിന്നെ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി. ഇനി വളരെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. പിടി ഉണ്ടാക്കുമ്പോൾ വളരെ ചെറിയ ഉരുളകൾ മതി, ഒരുപാട് വലിയ ഉരുളകളാക്കി എടുക്കരുത്. ഇനി ഇത് വേവിച്ചെടുക്കാം. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് ഓരോ ഉരുളകളും ഒട്ടിപ്പിടിക്കാതെ ഇട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒട്ടിപ്പിടിക്കാതെ ഉരുളകൾ ഉടഞ്ഞു പോകാതെയും നമ്മൾ ഇളക്കി കൊടുക്കണം. പിടിയൊക്കെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയതും അരിപ്പൊടിയും പച്ചവെള്ളവും കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിടി വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഉരുളകളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെക്കാം. വാങ്ങി വെക്കുമ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരും. പിടി കഴിക്കുമ്പോൾ അധികം തണുത്തു പോകാതെ ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്.